ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിൽ നിന്നും കല്യാണം കഴിച്ച് ഇന്തോനേഷ്യയുടെ മരുമകനായി മാറിയ ഒരു മലയാളിയുടെ കഥയുണ്ട്. നിങ്ങളിൽ പലർക്കും പരിചിതനായ ഇന്തോനേഷ്യയുടെ ഗ്രാമ വീഡിയോകൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഫറൂഖ് എന്ന ഇന്തോനേഷ്യൻ മരുമകൻ്റെ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ പലരും എന്നോട് അന്വേഷിക്കുന്നതാണ് ഇന്തോനേഷ്യയിൽ നിന്ന് എങ്ങനെ പെണ്ണ് കെട്ടാമെന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരമാവട്ടെ ഇന്നത്തെ എപ്പിസോഡ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സുമാത്രയുടെ തെക്കു കിഴക്കൻ ഭാഗത്തായിട്ടുള്ള ഈ ഒരു പട്ടണത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. രാവിലെ തന്നെ ഞാനിവിടുത്തെ മെയിൻ ടൗണിൽ നിന്ന് പലമ്പാങ് എന്ന് പറയുന്ന ടൗണിലാണ് നമ്മളുള്ളത്. ഒരു ഗ്രാബ് ബൈക്ക് വിളിച്ചിട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പലമ്പാങ് ഉണ്ടല്ലോ ഇവിടുത്തെ അത്യാവശ്യം ഈ ഒരു മേഖലയിലെ വലിയൊരു ടൗണാണ്. ഈ ഒരു മോണോറെയിലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം ബിഗ്ഗസ്റ്റ് ടൗൺ തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കയറുമ്പോൾ നമ്മളുടെ ബാംഗ്ലൂരിൻ്റെയൊക്കെ ഏകദേശം ഒരു ടച്ച് ഈ ഒരു സ്ഥലത്തിനുണ്ട്. പക്ഷേ ഈ ബാംഗ്ലൂരിൻ്റെ പോലത്തെ ക്ലൈമറ്റ് അല്ല, ക്ലൈമറ്റ് കുറച്ച് ചൂടുള്ള ടൈപ്പ് ക്ലൈമറ്റാണ് കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഞാനേ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ അവരെ കണ്ടിരുന്നു. അവരെന്നെ സർപ്രൈസ് ആയിട്ട് ഞാൻ താമസിച്ച ഹോട്ടലിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ബുദ്ധിസ്റ്റ് സാമ്രാജ്യമായിട്ടുള്ള ശ്രീവിജയ എംപയറിലെ അവരുടെ ക്യാപിറ്റലായിരുന്നത്ര ഈ പലമ്പാങ്. പിന്നീട് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ രാജവംശമായിട്ടുള്ള ചോള രാജവംശം അവർ ഇവിടേക്ക് വന്നു. ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെ അവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് സുൽത്താനേറ്റ് ഭരണകാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ രാജവംശങ്ങളൊക്കെ ഇവിടേക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ കാണുന്ന മൂസി റിവറാണ്. ഈ റിവറാണ് മലാക്ക കടലിടുക്കുമായിട്ട് ഈ ഒരു പട്ടണത്തിനെ ബന്ധിപ്പിക്കുന്നത്. ഇവിടുത്തെ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മലാക്കയിലൂടെയുള്ള ട്രേഡൊക്കെ പണ്ടുകാലത്ത് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. കൂടാതെ ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയും സ്പൈസസുകളുടെ കൃഷിക്ക് വളരെ അനുയോജ്യമായിരുന്നു. പ്രധാനമായും കുരുമുളക്. 1945-ലെ 2-ാം ലോക മഹായുദ്ധകാലത്ത് ഈ ഒരു പ്രദേശം ജപ്പാൻ പിടിച്ചടക്കിയിരുന്നു. പിന്നീട് ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യാനന്തരം സൗത്ത് സുമാത്രയുടെ ക്യാപിറ്റലാണ് നമ്മളുടെ ഈ പലമ്പാങ് പട്ടണം. പണ്ട് മുതലേ വാണിജ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നമ്മുടെ ഇന്ത്യക്ക് ഈ ഒരു പട്ടണവുമായിട്ട് ബന്ധമുണ്ട്. ഇവിടുത്തെ പോർട്ട് ഇന്നും സുമാത്രയിലെ ചരക്കു നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നിരവധിയായിട്ടുള്ള ഓയിൽ റിഫൈനറികളും മറ്റ് ഫാക്ടറികളും ഇന്നും പാലമ്പാങ്ങിനെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മൾ നഗരത്തിൻ്റെ പ്രധാന ഹൃദയഭാഗത്തിൽ നിന്നെല്ലാം സഞ്ചരിച്ച് പോകുന്ന വഴിയിൽ മാർക്കറ്റുകളൊക്കെ കാണാം. നമ്മൾ ഫറൂഖിൻ്റെ വീടിനടുത്തേക്ക് എത്തിച്ചേർന്നു. നമ്മളെങ്ങനെയുണ്ടല്ലോ ഇതാ കാത്തിരുന്ന ആള് തപ്പിപ്പിടിച്ച് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. ഹായ്, ഹലോ, സലാമത്ത് ദത്താങ്, ഇന്തോനേഷ്യ. ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ഇന്തോനേഷ്യ. ഓക്കെ, അങ്ങനെയുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്. ഇതാണ് നമ്മളുടെ ഇന്തോനേഷ്യയുടെ മലയാളി മരുമകൻ കേട്ടോ. വന്നപാട് ഒരു കാര്യം സംഭവിച്ചു. ബാപ്പ എവിടെ പോയത്? കല്യാണത്തിന് പോയതാ. വരൂല അവര് 2 മണിക്കൂറിന് ശേഷം വരും, തിരിച്ചു വരും. ഓക്കെ, അവരോടാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. എന്തായാലും ഇതാണ് കേട്ടോ ഇവരുടെ വീട്. അപ്പോൾ വീടിൻ്റെ ഇങ്ങടേക്ക് വന്നിട്ടുണ്ട്. ആളെന്തിയേ? ഉള്ളിലുണ്ട്. പൗഡർ ഇടാൻ പോയതായിരിക്കും. ആണോ? സുധി ഇന്തോനേഷ്യയുടെ മകനാണ്, ഞാൻ ഇന്തോനേഷ്യയുടെ മരുമകനാണ്. ഞാൻ ഇന്തോനേഷ്യയുടെ ദത്തുപുത്രനാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിരിക്കണു. ഇതാണ് കേട്ടോ. ആണോ? ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലെന്നാ. സുഖമാണ്. ഓ, മലയാളം വേറെന്തൊക്കെയാ മലയാളത്തിൽ അറിയാവാ? കുറച്ച് അറിയാം. ഓക്കെ, റാഫ ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, സോ ഹാപ്പി ടു ഹിയർ. വഴിയേ പറയാം. ഇവർ പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് എന്താ പറയണ്ടേന്നുള്ളത് മനസ്സിലാവുന്നില്ല. വഴിയേ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്റ്റോറിയെ പല എന്നോട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഒരു ഇന്തോനേഷ്യൻ മരുമകൻ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്, എന്തായാലും ആളെ കാണണം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റിൽ പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയാണ് ആളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ആളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരുടെ വിശേഷം ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ചറിയാം കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും പപ്പേനെ എന്താ വിളിക്കുന്നത്? ആയ എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ കുറേ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. പപ്പ ശരിക്കും ആരാണ്? ബോക്സറാണ്. ഇന്തോനേഷ്യക്ക് വേണ്ടിയിട്ട് ഇത് അണിഞ്ഞ ആളാണല്ലേ? ഇന്റർനാഷണൽ ആയിട്ട് ആള് ജപ്പാനിലേക്കും കൊറിയയിലേക്കൊക്കെ പോയി ഇടി കൂടിയിട്ടുണ്ട്. അപ്പൊ ചില്ലറ സ്ഥലത്തോട്ടല്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഇന്നലെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ എങ്ങനെയാണ് ഇവർ ഫാമിലി ആയിട്ടൊരു ജെല്ലപ്പ് എന്നുള്ളത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫാമിലിയാണ്.
കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതുകൂടാതെ മമ്മയൊക്കെ എത്ര 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമോ? 2 മണിക്കൂർ എന്തായാലും എടുക്കും. കല്യാണം ഇവിടെ കല്യാണത്തിന് പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കല്യാണം അങ്ങനെയായിരുന്നു, പാട്ടും ഡാൻസ്. ഇപ്പൊ പോയ കല്യാണത്തിന് അതെല്ലാം കാണും. അതെല്ലാം കഴിഞ്ഞിട്ട് വരും. ഓക്കെ. മമ്മേനെ കൊണ്ട് എന്തെങ്കിലും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സാധനം കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല, റാഫി ഉണ്ടല്ലോ. ആണോ? അങ്ങനെ പറയല്ലേ. നടുക്കിരിക്കുന്നത് ഹാഫിസ്. ആദ്യം തൊട്ട് പറയാം. ആദ്യം ഇരിക്കുന്നത് റഫ. ഓക്കെ. റഫ ചിലപ്പോ ഒരു 5 വർഷം മുന്നത്തെ ഫോട്ടോ ആയിരിക്കും. അതിനിപ്പുറത്തിരിക്കുന്ന റഫയാണ് വാപ്പ, നമ്മുടെ ബോക്സർ താരം. പിന്നെയുള്ള നമ്മുടെ അളിയൻ, കുഞ്ഞളിയൻ ഹാഫിസ്, ഇപ്പൊ വലിയ അളിയനായി. ഞാൻ ഇന്നലെ വന്ന് കണ്ടപ്പോഴത്തേക്കും വലിയ അളിയനായിരുന്നു. പക്ഷെ ആ ഒരു ഇന്നസെൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിനിപ്പുറത്തുള്ളത് റഫയുടെ അനിയത്തിയാണ്, സ്റ്റെഫാനി എന്നാട്ടോ പേര്. ഓക്കെ, സ്റ്റെഫാനി. അതിനിപ്പുറത്തുള്ളത് നമ്മുടെ അനിത അമ്മായി. അനിത എന്നാണ് പേര്, അനിത സാരി നമ്മുടെ പേര്. അതിനിപ്പുറത്തുള്ളത് നമ്മുടെ റഫേന്റെ മൂത്ത ഇത്താണ് റാണി എന്നാണ് പേര്. ഓക്കെ. റാണിന്റെ ഹസ്ബൻഡിന്റെ പേര് രാമ. രാമയും റാണിയും. റാണി. ഞാൻ പറഞ്ഞ രാമയ്ക്ക് വരെ രാജയായിരുന്നെങ്കിൽ പൊളിച്ചേനെ. രാജാറാണി. അപ്പൊ ഇതാണ് അവരുടെ കല്യാണ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഓക്കെ. കോവിഡ് നടന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്ന കല്യാണം. നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്ന കല്യാണം കോവിഡ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. ഇത് അവരുടെ കുഞ്ഞാണ്, പേര് ഗെയ്സാനി എന്നാണ്. ഗീസാനി. എല്ലാം വെറൈറ്റി പേരുകളാണല്ലോ. പക്ഷെ ഇവര് സെറ്റിൽ ആയിരിക്കുന്ന ജക്കാർത്തിലാണ്. ഹസ്ബൻഡ് കാനഡയിലാണ്. ആ ഇത്ത ആർക്കിടെക്ട്. ഓക്കെ. അപ്പൊ ഇതാണ് അവര്. പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമ്മുടെ ബോക്സിംഗ് താരമുണ്ട് ഇവിടെ. പല പല ഫോട്ടോസ് ഞാൻ കണ്ട് കുറെ ഫോട്ടോകൾ കണ്ടു. വേറെ സാധനം സ്തുതിനെ കാണിച്ചു തരാം. ബോക്സിംഗ് ബാഗ് ഉണ്ട് അവിടെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സെറ്റ് ആക്കുമെന്ന് എല്ലാം പഠിച്ചിട്ടേ പോകുന്നുള്ളൂ ഞാൻ. ഇന്തോനേഷ്യ ഫുഡ് കുക്കിംഗ് മാത്രമല്ല, ഇടി പഠിപ്പിക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും എൻ്റെ കുറുകെ വന്നിട്ടുണ്ടെങ്കിൽ തട്ടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയും ചെയ്യാലോ. ആദ്യമേ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ എന്നെ അടുക്കളയിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് കൂട്ടിക്കൊണ്ട് വന്നത്. എന്താണ് സ്പെഷ്യൽ? ഒരു ബീഫിൻ്റെ ഐറ്റത്തിന് എന്തായിരുന്നു പേര് പറഞ്ഞ്? റെൻഡാങ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല യെസ് വിത്ത് കോക്കനട്ട് ആൻഡ് ഓൾ. ഇറ്റ്സ് നൈസ് വൺ. ആൻഡ് വാട്ട്സ് യുവർ ഫേവറേറ്റ് കേരള ഫുഡ്? My favorite idiyappam, paratha, beef curry, biryani. Okay. Yeah. Do you know how to prepare porota? No. ബാബയ്ക്ക് അറിയാന്നല്ലോ പറഞ്ഞേ. ആക്ച്വലി ഫറൂഖിന്റെ ബാപ്പിയൊക്കെ ഇവിടെ വന്ന സമയത്ത് പൊറോട്ട അടിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാവർക്കും പൊറോട്ട ഇഷ്ടപ്പെട്ടു. ആദ്യം ആർക്കും കഴിക്കണമെന്നില്ലായിരുന്നു. പിന്നെ കഴിച്ചു തുടങ്ങിയപ്പം ഈ സാധനം ഇവിടുന്ന് ബാപ്പി അടിച്ച് ഇവിടെ ഇട്ടും ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് എടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പൊറോട്ട. എല്ലാവരും ഭയങ്കര അഭിപ്രായം. പിന്നെയുണ്ടല്ലോ ബാപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ഉമ്മനെ പറ്റിയും പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ 2 ആൾക്കാരാണ് കേട്ടോ അവരെ. ഇന്നലെ വന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണുമെന്ന് പറഞ്ഞായിരുന്നേ, പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എല്ലായിടത്തും ഒരാളുണ്ട്. ഗസ് ചെയ്യാൻ പറയാറുണ്ട്. സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്ന നോക്ക്. സൗണ്ട് കേട്ടിട്ട്. ഹലോ, സുഖാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താ ഇന്ന് സ്പെഷ്യല്? നിങ്ങൾ പറയണമെന്ന് പറഞ്ഞേ. സുഖം. ഞാനിവിടെ എത്തി കേട്ടോ. ഫറൂഖിൻ്റെ ബാപ്പയും ഉമ്മയും വളരെ സന്തോഷത്തോടെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു 2 രാജ്യത്തെ 2 സംസ്കാരങ്ങൾ ഒരുമിച്ച ഇവരുടെ ഈ ഒരു കല്യാണം ഇവിടെ നടന്നത്. എന്തായാലും അത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്തായാലും അവരെ വിളിക്കാം, ഞാൻ വിളിച്ച് കാണിച്ചു തരാം. എല്ലാവരെയും പരിചയപ്പെടാം. പരിചയപ്പെട്ടിട്ടേ പോകുന്നുള്ളൂ. ചിക്കൻ കറിയും അതുപോലെ തന്നെ വെജിറ്റബിൾ. ദിസ് ഈസ് സൂപ്പ്, നോട്ട് സൂപ്പ്, കറി. No, it's like സൂപ്പ്. Vegetable soup. ഓക്കെ. കോണിൻ്റെ സൂപ്പും പിന്നെ ചോറും വൈറ്റ് റൈസ്. നിങ്ങൾക്ക് അറിയാലോ ഇവിടെ എല്ലാവരും വൈറ്റ് റൈസ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം സെയിം. Tempe. Okay, tempe. It's from soybean. Yes, I had this one before. Nice. മക്കാൻ തുളു എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഭക്ഷണം എന്നാണ്. തുളു എന്ന് പറഞ്ഞാൽ ആദ്യം, മക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം. എന്ത് കഴിക്കുന്നതിനും മക്കാൻ എന്നാണ് കേട്ടോ പറയേണ്ടത്. ഇതൊക്കെ കുറേ ആൾക്കാർ പഠിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവരെ പറ്റിയൊക്കെ പിന്നെ പറയാം. ഇവിടെ ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടെങ്കിൽ നമ്മുടെ നിലക്കടലയില്ലേ, നിലക്കടലയും അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് ചെറിയ മീനാണ്. ഇതും കൂടി ഇട്ടിട്ട് ഒരു അടിപൊളി സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടോ ആ ഒരു കുപ്പിയിൽ അവരെങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നൈസാണ്. ഇവിടെ എത്തിയിട്ട് എത്ര നാളായി? ഇപ്പോൾ വന്നിട്ടൊരു 4 ആഴ്ചയായുള്ളൂ. ശരി, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5 മാസമായി.
മെയ്യിലായിരുന്നു കല്യാണം. 7 മാസം പോയി അറിഞ്ഞില്ല. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് നേരെ ദുബൈക്ക് പോയി. ഇവിടുന്ന് നാട്ടിൽ പോയി. നാട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ദുബൈയിൽ പോയി. റഫ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന, ഞാനും ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ ആയിരുന്നു. ഇപ്പം വേറൊരു പ്രത്യേക ഒരു കാരണം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നതാ. കുറച്ച് കാലം നിൽക്കാൻ. കാരണം എന്താ നമുക്ക് ചോദ്യം ചോദിക്കാം. ഭക്ഷണത്തിനൊക്കെ ശേഷം ഉണ്ടല്ലോ, ഇനിയിപ്പേ നമുക്ക് എങ്ങനെയാണ് ഇവരുടെ പിന്നിലുള്ള ആ ഒരു കഥ, ആ ഒരു ഭീകര കഥ എന്താണെന്നുള്ളത് കേൾക്കാം കേട്ടോ. ഇവരുടെ ലവ് സ്റ്റോറിയെ, യെസ്, ഇവരുടെ ലവ് സ്റ്റോറി നമ്മൾ ഇനി പറയാൻ പോവാണ്. വീടല്ലേ, ഇനി പറ ഇതെങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത്. സലാമത് പഗി ഗൈസ്. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന കണക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എൻ്റെ പത്നിയാണ്, റഫ ആണ്, റഫ കുർണിയ. ഇന്തോനേഷ്യൻ വൈഫാണ് കേട്ടോ. ഹലോ. സേ ഇൻ മലയാളം. നമസ്കാരം. ആ നമസ്കാരം. എന്താ പറയണ്ട സുധി? അപ്പോൾ സുധി ചോദിക്കണം കേട്ടോ. സുധി ഇരിക്കും. എന്താന്ന് വെച്ചാൽ പറഞ്ഞു. എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇന്തോനേഷ്യൻ മരുമകൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്, ഇന്തോനേഷ്യയിലും കേരളത്തിലൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഭാര്യ വീട്ടിലാണ് ഇന്തോനേഷ്യയിൽ. നമ്മുടെ ബാക്ക് പാക്കർ സുധി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നു, നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ വീടൊക്കെ ചുറ്റി കാണിക്കാണ് നമ്മുടെ സുധിക്ക്. സുധി പിന്നെ ഇന്തോനേഷ്യയുടെ പുത്രനാണ്, ദത്തുപുത്രനാണെന്ന് സുധി പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്തോനേഷ്യയുടെ ഓൺ പുത്രനാണ് നമ്മുടെ സുധി. ഞാൻ ഇന്തോനേഷ്യയുടെ മരുമകൻ. അപ്പം മരുമകനും ദത്തുപുത്രനും കൂടെ ഒന്നിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. റഫയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല. പക്ഷെ ഞാൻ ചിരിക്കുന്നുണ്ട്, റഫ കൂടെ ചിരിച്ചാണ് കേട്ടോ. അപ്പോൾ റഫ പലമ്പങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റഫയുടെ വീട്. സുമാത്ര ദ്വീപിലെ പലമ്പങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഇതാണ് റഫയുടെ വീട്. ഇത് അടുക്കളയാണ് കേട്ടോ. ഈ വീട്ടിൽ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണ് ഈ അടുക്കള. അതുകൊണ്ട് ഞാൻ സുധിയെടുത്ത് പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന്. പിന്നെ സുധിയെ കൂടെ കാണിച്ചോ? സുധി ശരിക്കും ഇപ്പൊ നമുക്ക് അറിയേണ്ടത് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഇന്തോനേഷ്യൻ മരുമകൻ ഉണ്ടായി എന്നുള്ള ആ ഒരു വിവരമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറിയെ പറ്റി പറ, കേക്കട്ടെ. he's asking love story In English? yeah, you will stay in Malayalam. So on 2024 we met on online platform, matrimony platform. 2024 ഞങ്ങളൊരു മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടിയതാണ് ആദ്യമായിട്ട്. അതിന് പിന്നിൽ കുറേ കഥയുണ്ട്. ലൈക്ക് ഞാനൊരു പരസ്യം കണ്ടിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. റഫ ആ സമയം ഈ കാണുന്ന റഫയുടെ കസിൻ ഉണ്ട് കേട്ടോ. റഫയുടെ കസിൻ ഇതുപോലെ ഈ മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. മലേഷ്യക്കാരനാണ് ആൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ കുട്ടിയാണ് റഫയ്ക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി കൊടുത്ത്, ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തി കൊടുത്ത് ആപ്പിലായിരിക്കുന്നത് റഫയാണ്. യു ബിക്കം ഇൻ ട്രബിൾ, ഐ സെഡ് ലൈക്ക് ദാറ്റ്. നോ റഫ ഹാപ്പിയാണ് കേട്ടോ. റഫ ഹാപ്പി അല്ലേ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട്? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഇത് പഠിപ്പിച്ച് വെച്ചേക്ക് കേട്ടോ, ആരെങ്കിലും ചോദിച്ചു. ഇറ്റ്സ് സംതിങ് ലൈക്ക് ഐ ടീച്ച് യു. റഫ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. You said that from your heart, right? Of course. കുറച്ചു നേരം കഴിയുമ്പോൾ എന്നെ കുനിച്ചേർത്ത് ഇടിക്കും, അതൊക്കെ വേറെ കേസ്. Already had briefing before. നമ്മൾ ഉള്ളത് പോലെ പറയാം കേട്ടോ. കാര്യം ഞാൻ ചിലപ്പോൾ ചെറിയ കള്ളത്തരവും പരിപാടികളൊക്കെ മീൻസ് ഉടായ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ റഫ അങ്ങനെയല്ല, നേരെ പോവാണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു മാരേജ് മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തു, എൻ്റെ പ്രിഫറൻസൊക്കെ അതിലിട്ടു. റഫയും അതിൽ രജിസ്റ്റർ ചെയ്തു, റഫയുടെ പ്രിഫറൻസൊക്കെ ഇട്ടു. ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞോട്ടെ, ഞാൻ ജോയിൻ ചെയ്ത ദിവസവും റഫ ജോയിൻ ചെയ്ത ദിവസവും ഒരേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം ഡിഫറൻസ് ആയതുകൊണ്ട് റഫയുടെ മുന്നിൽ എൻ്റെ പ്രൊഫൈലും വന്നു. ഞാൻ ചൂസ് ചെയ്തത് മലയാളികൾ, ദുബൈയിലുള്ള മലയാളി കുട്ടികളൊക്കെ ആയിരുന്നു. ഞാൻ ആ സമയത്ത് ദുബൈയിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. റഫ ഇന്തോനേഷ്യൻ ചെക്കന്മാരെയാണ് നോക്കിയത്. BTS ഫാനൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. റഫ മറ്റേ കൊറിയൻ ലുക്കുള്ള ചെക്കന്മാരൊക്കെ എനിക്ക് നോക്കിയത്. അല്ല, എനിക്ക് താടിയൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെയുള്ള ആളെ റഫ തപ്പി നടന്നത്. പക്ഷേ എന്താണ്, ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാന്ന് പറയുന്ന കണക്ക് അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച്. കാര്യം റഫ എൻ്റെ പ്രൊഫൈൽ കണ്ട് എന്നെപ്പറ്റി വായിച്ചു, ഞാൻ റഫയുടെ പ്രൊഫൈൽ കണ്ട് ഞാൻ റഫേനെ പറ്റി വായിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ സംസാരിച്ചു. റഫ കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. നീ എങ്ങനെയാണ് നിൻ്റെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, നിൻ്റെ ഫാമിലി എങ്ങനെയാണ്, നിൻ്റെ ജോലി എങ്ങനെയാണ്. എനിക്ക് റഫയുടെ ഇൻറ്റൻഷൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്കനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ പച്ചിരി വാങ്ങിക്കാനാണോ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തത്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുച്ചിനെ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കൈമാറി. സ്വീറ്റും ആയിട്ടുള്ള മീൻസ് തമാശ ആയിട്ടുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, സീരിയസ് ആയിരുന്നു എല്ലാം.
നേരെ പോയിരുന്നു നമ്മൾ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫേനെ എനിക്ക് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇന്തോനേഷ്യയിലേക്ക് വരാം, റഫേൻ്റെ ഫാമിലീനെ കാണാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം രണ്ടാൾക്കെന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടെങ്കിലും ഞാൻ നിന്നെ കെട്ടിക്കോളാം, നീ എന്നെ കെട്ടിക്കോ, അങ്ങനെ ഒരു സംസാരം തമ്മിലില്ലായിരുന്നു. ആദ്യം പരിചയപ്പെടണം, പിന്നെ ഫാമിലി തമ്മിൽ ഓക്കെ ആവണം എന്നായിരുന്നു നമ്മുടെ മെയിൻ പ്രയോറിറ്റി. അങ്ങനെ നാട്ടിലേക്ക് ഞാൻ ഇന്തോനേഷ്യയിലേക്ക് വരാമെന്ന് റഫയോട് പറഞ്ഞു. റഫ ആദ്യം വിശ്വസിച്ചില്ല ഞാൻ വരുമെന്ന്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇന്തോനേഷ്യയിലെ ആൾക്കാരൊന്നും ദൂരമുള്ളൊരു സ്ഥലമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ സ്ഥിരം ആൾക്കാരെ കാണുന്നുണ്ട്, ഇന്തോനേഷ്യക്കാരെയൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, റഫയ്ക്ക് അയച്ചു കൊടുത്തു, ഞാൻ എന്താ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റഫ സർപ്രൈസ് ആയി. യു ഗോട്ട് സർപ്രൈസ് വെൻ ഐ സെൻഡ് ദ ടിക്കറ്റ് റൈറ്റ്? Yes, because സർപ്രൈസും പേടിയും, scared also. Like how I will tell to home. yeah, because the challenge is like telling home that we will meet and yeah. കാര്യം ഒരു ഫോറിനർ എന്നെ കാണാൻ വരുന്നു എന്ന് റഫയ്ക്ക് വീട്ടിൽ പറയാൻ തന്നെ പേടി. ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് ബുക്കിംഗ് ചെയ്തു. അങ്ങനെ അവസാനം ബുക്ക് ചെയ്തല്ലേ പോയാലേ പറ്റുമോ. അങ്ങനെ അടുത്ത മാസം എൻ്റെ വെക്കേഷൻ ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇതൊക്കെ ഞാൻ റഫ എന്ന് പറഞ്ഞൊരു കുട്ടീനെ കാണാൻ പോവാണ്. ഞാൻ ഇന്തോനേഷ്യ കാണാൻ വരികയാണ്, കൂട്ടത്തിലൊരു പെൺകുട്ടീനെ കാണണം എന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. അല്ല ഒരു പെൺകുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊന്നും ആദ്യം ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ ഇന്തോനേഷ്യയിൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് വന്നതെന്ന്. അപ്പം വാപ്പി ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എൻ്റെ മോനാ, സാധാരണ ആമ്പിള്ളേരൊക്കെ വയനാട് മൂന്നാറൊക്കെ ട്രിപ്പ് വന്നത്, എൻ്റെ ചെക്കൻ കണ്ടില്ലേ ഇന്തോനേഷ്യയിലേക്കാണ് ട്രിപ്പ് വന്നതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വാപ്പി ഭയങ്കര വീരവാദം മുഴക്കിയിരിക്കുമ്പോഴാണ് ഉമ്മിക്കൊരു ഡൗട്ട്. ഉമ്മിക്ക് എൻ്റെ കള്ളത്തരമൊക്കെ ഉമ്മി കണ്ടുപിടിക്കും, ഭയങ്കര ബുദ്ധിയാട്ടോ ഉമ്മിക്ക്. വാപ്പി നേരെ പോവാണ്. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഇന്തോനേഷ്യയിലെത്തി, റഫേൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്തോനേഷ്യയിലെത്തി ആദ്യം നമ്മൾ മീറ്റ് ചെയ്യുന്ന റഫേൻ്റെ ഇത്തായാണ്. ഇത്ത കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു, നീ എന്തിനാണ് ഇന്തോനേഷ്യയിൽ വന്നത്, നിനക്ക് നാട്ടിൽ എന്താ പെണ്ണ് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല സിസ്റ്റർ, ഞാൻ റഫേനെ കണ്ടുമുട്ടി, ഇഷ്ടപ്പെട്ടു, ഓൺലൈനിൽ പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അപ്പോൾ പിന്നെ അങ്ങനൊരു ഇതിലേക്ക് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇത്തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു 1.25 മണിക്കൂർ ഞാനും അവർ ഇത്തായും റഫയായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിച്ചു. ഞാൻ വിയർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയായി, പുഴുങ്ങിയ മാതിരി അവസ്ഥയായി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും റഫേൻ്റെ അടുത്ത്, അത് കഴിഞ്ഞിട്ട് റഫ ഇത്താടെ കൂടെ പോയി, ഞാൻ എൻ്റെ ഹോട്ടലിൽ വന്നു. ഞാൻ റഫേനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്ത എന്ത് പറഞ്ഞു? ഹീ ഈസ് ക്ലവർ, അവൻ ബുദ്ധിമാനാണ്. ഇതാണ് റഫയുടെ ഇത്ത റഫയുടെ അടുത്ത് പറഞ്ഞ ഉത്തരം. ഞാൻ പിടികൊടുത്തില്ല. ഞാൻ മറ്റേ ഐമൂട്ടി വെളിച്ചെണ്ണ വെച്ചിട്ടാ പോയാ, പിടിച്ചാൽ കെട്ടാത്ത വെളിച്ചെണ്ണ. റഫയുടെ ഉത്താക്ക് ഒരു പിടിയും കൊടുത്തില്ല. ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനായിരുന്നു. റഫേൻ്റെ ഇത്ത പറഞ്ഞു, വാട്ട് ഹീ സെഡ്, ഹീ ഈസ് ക്ലവർ. Something like how you talk, like he's clever, like that. She said. കാര്യം എന്നെ കുടുക്കാൻ കുറേ വഴികൾ നോക്കി, എല്ലാത്തിനും ഞാൻ നല്ല ചുട്ട മറുപടി കൊടുത്തു. മലയാളികളോടാണ് കളി. അങ്ങനെ അവർ ഇത്തായെ ചാക്കിലാക്കി, റഫേനെ ഓൾറെഡി ചാക്കിലാക്കിയിട്ടുണ്ട്, ഇത്തായും കൂടെ ചാക്കിലാക്കി, ഒരു ചാക്കിൽ തന്നെ രണ്ടുപേരെയും കയറ്റിയിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ പലംബങ് സുമത്രയിലേക്ക് വരുന്നത്. നമ്മുടെ റഫേൻ്റെ ഇത്ത താമസിക്കുന്നത് ജക്കാർത്തയിലാണ്. ജക്കാർത്തയിൽ നിന്ന് പലംബങ്ങിലേക്ക് ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നു നമ്മൾ ടാക്സി എടുത്ത് റഫേൻ്റെ വീട്ടിൽ വന്നു. വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് നെഞ്ചിങ്ങനെ ഇടിക്കുക, ടപ്പ് 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 ടപ്പ്. കാര്യം നമ്മുടെ ഇത്ത ആദ്യം പറഞ്ഞിട്ടുണ്ട് റഫേൻ്റെ വാപ്പ ഒരു ബോക്സറാണ്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ലാത്ത, അവരുടെ വാപ്പാക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ ഇടിച്ച് എന്നെ പരിവാക്കും. എൻ്റെ ഉമ്മ അവിടെ ഇരുന്ന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കിഡ്നി ഒന്ന് ഇന്തോനേഷ്യക്കാർ അടിച്ച് മാറ്റല്ലേ, ഇങ്ങനെയാണ് ഉമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഉമ്മയ്ക്ക് പേടിയാണ് എന്നെ പുറത്ത് വിടാനൊക്കെ. അപ്പോൾ ഉമ്മിക്ക് അവിടെ ഭയങ്കര പ്രാർത്ഥനയാണ്, എൻ്റെ മോൻ്റെ കിഡ്നി പോവല്ലേ, എൻ്റെ മോന് അവിടെ നിന്ന് ഇടികിട്ടല്ലേ എന്നൊക്കെ. ഇവിടെ ആണെങ്കിൽ ഞാൻ ഒരു പുലിയുടെ മടയിലേക്കാണ് വരുന്നതും, എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഇടിയുണ്ട്, ഈ ഒരു ടപ്പടപ്പയിൽ ഇടിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു പിക്ചറെല്ലാം മാറി. എന്നെ ഇങ്ങനെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന മാതിരി എല്ലാവരും സ്വീകരിച്ചു, കൊണ്ടിരുത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവരെ വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ ഓരോ കാര്യമാണ്, ഫിസിക്കൽ അബ്യൂസും വെർബൽ അബ്യൂസും പാടില്ല. എൻ്റെ മോളെ നീ ശാരീരികമായും പിന്നല്ല സംസാരിക്കുന്ന രീതിയിൽ വാക്കുകൊണ്ടും നോവിപ്പിക്കരുതെന്നാണ് അവരെ പാപ്പ പറഞ്ഞത്. ഞാൻ നോവിപ്പിക്കുന്നൊന്നുമില്ല, നോവിപ്പിക്കുന്നതൊക്കെ എന്നെയാണ്. ഇല്ല, ഐ എം നോട്ട് അബ്യൂസിങ് ഫിസിക്കലി ആൻഡ് വെർബലി, യു ആർ ദ വൺ അബ്യൂസിങ്. ഞാനെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. തമാശയുടെ പേരിലാണ് പുറത്താണ് റഫ എല്ലാം എടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം തമാശക്ക് പറയുന്നതാണ്. റഫ നല്ല കുട്ടിയാണ്. റഫ ഈസ് ഇന്നസെൻറ്റ്, ഷീ ഈസ് വെരി പ്രെറ്റി, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഷീ ഈസ് വെരി നൈസ്, വെരി കാം ആൻഡ് ക്വയറ്റ്, ഇന്നസെൻറ്റ് ആൻഡ് വെരി ബ്രില്യൻറ്റ്. ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ. അടിപൊളി കുട്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വന്നിട്ട് ഇത്രയും സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഞാൻ വന്ന് റഫേനെ കല്യാണം കഴിക്കുന്നു, റഫ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള പെൺകുട്ടിയായിട്ട് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതൊരു കോയിൻസിഡൻസിൽ സംഭവിച്ചാണ്. എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു റഫ. ഇങ്ങനെ ആവണമെന്നില്ല എല്ലാവർക്കും, ഇന്തോനേഷ്യയിൽ കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു കുട്ടി കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ വന്ന് കല്യാണം കഴിക്കാൻ പറ്റുമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും എല്ലാം അന്വേഷിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. കല്യാണം ഇവിടെ വന്നായിരുന്നു, കല്യാണ ചടങ്ങൊക്കെ എങ്ങനെയായിരുന്നു?
കല്യാണം ഇന്തോനേഷ്യയിൽ വെച്ച് തന്നെ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ റൈറ്റ് ഫോർ ഗ്രഹാ പിനാങ് മസ്ജിദ്, മേ ബി 1 കിലോമീറ്റർ, Yeah, maybe 1 kilo. 1 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം നമ്മുടെ അയാൾക്കും അമ്മായ്ക്കും വലിയ രീതിയിൽ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. ബിഗ് ഫംഗ്ഷൻ ദേ വോണ്ട്, ബട്ട് അത് പറഞ്ഞ് നമ്മൾ ചെറിയ രീതിയിലാക്കി. എന്നാലും അത് വലിയ ഫംഗ്ഷൻ തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് വലിയ ഫംഗ്ഷനാണ് ഇവരുടെ ചെറിയ ഫംഗ്ഷൻ, ഇവരുടെ ചെറിയ ഫംഗ്ഷനാണ് നമ്മുടെ നാട്ടിലെ വലിയ ഫംഗ്ഷൻ. അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ആയ റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ആൾക്ക് കൂട്ടുകാരെയൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് പരിപാടി നടത്തണമായിരുന്നു. എന്തായാലും അതെല്ലാം ഉണ്ടായിരുന്നു, അതിനൊന്നും ഒരു കുറവും വന്നില്ല. എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഈ പാട്ട് ഡാൻസൊക്കെ വേണോ കല്യാണത്തിന്, ഇതിനൊക്കെ കുറേ കുറ്റം പറഞ്ഞാൽ ഞാൻ പണ്ട് ഇതൊക്കെ എന്ത് കോപ്രായ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ കല്യാണത്തിനും അങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. പക്ഷേ ഒരു ഹാപ്പിനെസ് ഇല്ല, അതൊക്കെ അങ്ങ് പോയി. അങ്ങനെയാണ് നമ്മളെ കല്യാണത്തിൻ്റെ അത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഹോള്. കല്യാണത്തിന് ഒരു 10 ദിവസം മുന്നേ ഞാനിവിടെ വന്നു. ഒരു 5 ദിവസം മുന്നേ വാപ്പിയും ഉമ്മിയും ഫ്ലൈറ്റിൽ വന്നു. അവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു. കല്യാണ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ഇന്തോനേഷ്യൻ മരുമകൻ. ഇത് എൻ്റെ പ്രൊമോഷനാണ് കേട്ടോ. ഇന്തോനേഷ്യൻ മരുമകൻ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ കല്യാണ വീഡിയോ ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഉമ്മിയും വാപ്പിയും ഒരു 5 ദിവസം മുന്നേ വന്നു. അവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അവരെ ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റി. ഈ ഒരു കല്യാണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചത് എന്നെക്കാളും വാപ്പിയും ഉമ്മിയാണ്. അവർ ഫ്ലൈറ്റിൽ കയറി, അവർ ഒരു ഫ്ലൈറ്റല്ല, ഈ ഉണ്ണിക്കണ്ണം പറയുന്ന കണക്ക് ആരാട്ടാ ഞാൻ, ഇതായിരുന്നു വാപ്പി പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റ്, മലേഷ്യയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ്, സിംഗപ്പൂരിൽ നിന്ന് ഒരു ഫ്ലൈറ്റ്, ജക്കാർത്തയിൽ നിന്ന് വേറൊരു ഫ്ലൈറ്റ്, 3 ഫ്ലൈറ്റ് കയറിയിട്ടാണ് അവർ വന്നത്. ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ 3 ഫ്ലൈറ്റ് ആയിരുന്നു. കല്യാണം വന്നു, നമുക്ക് നല്ലൊരു വലിയൊരു വില്ലയൊക്കെ എടുത്തു തന്നു, വണ്ടിയൊക്കെ എടുത്തു തന്നു. അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ദിവസം എത്തി. രാവിലെ വെളുപ്പിന് എണീറ്റു. എനിക്കുള്ള പേടി ഞാൻ കല്യാണ ദിവസം ഉറങ്ങിപ്പോവോ, പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ പേടി. എന്തായാലും കല്യാണ ദിവസം നേരത്തെ തന്നെ എണീറ്റു. നേരത്തെ എണീക്കുന്ന തലേ ദിവസം ഉറങ്ങിയില്ല. നേരത്തെ തന്നെ എണീറ്റു, ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം എയർപോർട്ടിൽ നിന്ന് നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തത്. അങ്ങനെ നമ്മളൊരു രാജാവിൻ്റെ ഡ്രസ്സായിരുന്നു, രാജാവിൻ്റെയും റാണിയുടെയും ഡ്രസ്സായിരുന്നു നമ്മുടെ ഡ്രസ്സൊക്കെ. Actually, Farooq is so impressed for wearing that because his friend will tease like. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ആ ഡ്രസ്സ് ഇടാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ കളിയാക്കുമെന്ന് പറഞ്ഞിട്ട്. കാര്യം കുബേരൻ സിനിമയിൽ നമ്മുടെ ഇവിടെ എത്തില്ലേ ദിലീപ്, അത് കണക്കത്തെ ഡ്രസ്സായിരുന്നു ഇടേണ്ടത്. ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പം ഇങ്ങനെ, അതിനകത്തെ ഡ്രസ്സായിരുന്നു ഞാൻ ഇടേണ്ടത്. അപ്പോൾ പക്ഷേ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്നെ കണ്ടിട്ട് കുഴപ്പമില്ല, കാണാനൊക്കെ രസമുണ്ടെന്ന് തോന്നി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ. ഒരു സൺഗ്ലാസ് എടുത്താൽ വെച്ച് ഞാൻ. But after that he feel handsome wearing that dress. കാര്യം ഇതിട്ടപ്പോഴത്തേക്ക് കുറേ മിനുക്കൊക്കെയുള്ള ഡ്രസ്സ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ അതിട്ടപ്പോഴത്തേക്കും ഈ പറഞ്ഞൊക്കെ എനിക്ക് എന്നെ തന്നെ തോന്നിയപ്പോൾ കുഴപ്പമില്ല, ഒരു സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും വന്ന് ഹായ് ബായ് ഒക്കെ പറയുന്നുണ്ട്. വാപ്പിയും ഇത് കണക്കത്തെ ഡ്രസ്സ് ഇടണം, ഉമ്മയും ഇത് കണക്കത്തെ ഡ്രസ്സ് ഇടണം. ഉമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്തോനേഷ്യക്കാരി തന്നെ. Umi looks like Indonesian. Very. ഇപ്പോൾ റഫേ ഉമ്മയുടെ മോളാണെന്ന് വരെ തോന്നിപ്പോയി. കാര്യം ഉമ്മ ഇവിടുത്തെ ഒരാളായിരുന്നു. എല്ലാവരും വന്ന് ഉമ്മയെടുത്ത് ഇന്തോനേഷ്യൻ ഭാഷ പറയും. കുറേ പേര് തെറ്റിദ്ധരിച്ചു ഉമ്മ ഇന്തോനേഷ്യക്കാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിച്ചതെന്നൊക്കെ കുറേ പേര് തെറ്റിദ്ധരിച്ചു. ഉമ്മ പക്ഷേ ഇന്തോനേഷ്യക്കാരിയല്ല, നല്ല അസല മലയാളി തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു 1 വീക്ക്, നമ്മൾ ഒരു 2-3 ദിവസം നിൽക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ശരിയാവാനായിട്ട് കുറേ ദിവസം നമ്മളിവിടെ നിന്നു. ഒരു 2-3 ആഴ്ചയോളം നമ്മൾ കല്യാണത്തിന് ശേഷം ഇന്തോനേഷ്യയിൽ നിന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ഈ നാട്ടുകാരെയൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വാപ്പി ഉമ്മയായിട്ട് നമ്മൾ ഇന്തോനേഷ്യ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയി ഒരു 4 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഫംഗ്ഷനൊക്കെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുള്ള സമയം കിട്ടിയില്ല. നേരെ ദുബായിക്ക്. പ്രവാസ ജീവിതം പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ. No, honey. No. Honeymoon is at workplace. ഹണിമൂൺ ഒന്നും ഇല്ലായിരുന്നു, ഹണിമൂണൊക്കെ വർക്ക് പ്ലേസിലായിരുന്നു. ഹണിമൂൺ ഇല്ലാത്ത ഒരു കല്യാണമായിരുന്നു ഗൈസ്. Alhamdulillah. എന്തായാലും സുധിയുടെ കല്യാണത്തിന് നല്ല അടിപൊളി ഹണിമൂൺ ആയിക്കോട്ടെ. സുധി എന്തായാലും കല്യാണത്തിന് ചിലപ്പോൾ അമേരിക്കയിലെ ലണ്ടനിലൊക്കെ ആയിരിക്കും പോകുന്നത്. സുധിയുടെ ഹണിമൂൺ. ഇല്ല അതൊക്കെ വേണം. ഇനി സുധിയുടെ ലവ് സ്റ്റോറി ഞങ്ങൾക്ക് കേട്ടാ പറ്റൂ. സുധിയുടെ ലവ് സ്റ്റോറി നമ്മൾ എൻ്റെ ചാനലിൽ കൂടെ എടുക്കും കേട്ടോ. സുധീസ് ലവ് സ്റ്റോറി മസ്റ്റ് ബി ത്രൂ ഇൻ മൈ ബ്രിഡ്ജിങ്. ഒരു പാലോട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. നമ്മുടെ റഫേൻ്റെ മമ്മ, റഫേൻ്റെ വാപ്പ, നമ്മൾ അയാന്ന് വിളിക്കുക. അയാൾക്കും ഒക്കെ കേരളത്തെ പറ്റി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഉണ്ട് മമ്മയും അയാൾക്ക് കേരളത്തെ പറ്റി പറയുന്നതൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തെ. കാര്യം നമ്മളാൾക്കാർ വിദ്യാഭ്യാസമുള്ള, പിന്നെ നല്ല ഞാനും ഇവർക്ക് നമ്മുടെ മലയാള സിനിമകളൊക്കെ കാണിച്ചു കൊടുക്കും. റഫ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ടുണ്ടല്ലോ റഫ. പിന്നെ അതർ വൺ ഫ്ലഡിന്റെ പടം ഉണ്ടല്ലോ നമ്മുടെ ടോവിനോന്റെ 2018. ആ പടം കണ്ടിട്ട് റഫ ഇങ്ങനെ Cave. കേവ്, ഗുണ കേവിൽ പോന്നെ നമ്മളെ മഞ്ഞുമൽ ബോയ്സ്. Kerala so many
good movies and it's like the character also real. റിയൽ. അപ്പോൾ റഫ അതാ പറഞ്ഞ കാര്യം, ഇവർ ഷാരൂഖ് ഖാൻ്റെയും നമ്മൾ ഹിന്ദി പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിലൊക്കെ കൂടുതലും ഫാൻറ്റസി ആയിരിക്കുമല്ലോ. ഒരു സിനിമയുടെ രീതി ആ രീതി തന്നെ നമ്മളെ നാട്ടിൽ കാണിക്കും, റിയാലിറ്റി ആയിട്ട് ജീവിച്ച് കാണിക്കുമല്ലോ. അപ്പോൾ അത് റഫയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് റഫ സ്ട്രൈക്ക് ചെയ്തു. മഞ്ഞുമൽ ബോയ്സ്, ബാംഗ്ലൂർ ഡേയ്സ്, പിന്നെ ഫ്ലഡിൻ്റെ 2018 കാണുമ്പോഴത്തേക്കും നമ്മളെ കൊല്ലക്കാരൊക്കെ നമ്മളെ ബോട്ടൊക്കെ എടുത്തിട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞാനിങ്ങനെ എൻ്റെ രോമാഞ്ചിഫിക്കേഷൻ വരും, എനിക്ക് രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ പ്രൗഡായിട്ട് പറയും എൻ്റെ നാട്ടുകാരാണ്, അല്ലാതെ കൊല്ലക്കാർ ലൈസിനും പപ്പടത്തിനും അടികൂടുന്ന ആൾക്കാരല്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് റഫയെ. ഈ സംഭവം നമ്മളെ നാട്ടിലത്തെ തമാശ പിന്നെ ഇതൊക്കെ റഫയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും പതുക്കെ. കാര്യം നമ്മുടെ നാട്ടിലെ മീമും കാര്യങ്ങളൊക്കെ റഫേനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പതുക്കെ. പിന്നെ എല്ലാം ഒന്നും പഠിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ കണക്ക് അമ്മായിമ്മ പോരും നാത്തും പോരും ഒന്നും ഉണ്ടാവത്തില്ല, മലയാളം കുറേ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ. അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്, പീസ്ഫുൾ ലൈഫ്. ഞങ്ങളിവിടെ ഉണ്ടല്ലോ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മമ്മ വന്നിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം എങ്ങനെയുണ്ടെന്ന് എങ്ങനെ ചോദിക്കുക? ബാഗുസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ. കല്യാണം കഴിക്കുന്ന ആള് ഇന്തോനേഷ്യൻ പോലീസാണ്. ആ, എനിക്ക് നമ്പർ ഒന്ന് തരുമോ? ഞാൻ വിളിച്ചത് എന്തെങ്കിലും ആവശ്യമൊക്കെ വിളിക്കാൻ. മൗ ന്യൂമോർ ഹാപ്പേ പോലീസി അതാ മസല അക്കു ടെലഫോൺ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മമ്മയൊക്കെ എങ്ങനെ കളിക്കൊണ്ടിരിക്കും. അമ്മായി കണ്ടു കഴിഞ്ഞാൽ അമ്മായി എന്ന് പറയോ അതാ മരുമോളാണ്? ആ മരുമോളെ പോലെ ഉണ്ട്. അമ്മായി ഭയങ്കര യങ്ങാണ് കേട്ടോ. അതതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. seperti perempuan tapi umur tidak ada seperti ini. Umur lebih muda. 18 വയസ്സ് വന്നിരിക്കുന്നു. umur mama 50. 51 എന്നാണ് പറഞ്ഞത്. 56 എന്നാണ് പറഞ്ഞത്. മമ്മയ്ക്ക് 56 വയസ്സുണ്ട്. പക്ഷേ മമ്മയെ കണ്ടാൽ അത്ര വയസ്സ്. ഓക്കെ. ഓൾറെഡി അമ്മൂമ്മയായ മമ്മ പറയുന്നത്. അല്ല ഇതാ മമ്മ സെൽവാറൻ juga 18 വയസ്സ്. പപ്പ എന്താ പപ്പ പറഞ്ഞേ? ഇനിയിപ്പം നമ്മളുടെ ബോക്സർ പപ്പയെ നമുക്കൊന്ന് കാണണ്ടേ? ആണോ? മേലെ എത്തിയല്ലേ? Bayar saya berapa bilang saya 18? ഈ പറഞ്ഞതിനേക്ക് ആകെ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മുടെ ഇന്തോനേഷ്യൻ മരുമകൻ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത്. സോപ്പ്. നാട്ടിലെ നേന്ത്രപ്പഴം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം Pisang തണ്ടൂക്ക്. tanduk kerbau. Ini namanya ഓ, അങ്ങനെയാണ് അതിന്റെ പേര് പറയുന്നത്. എന്താ ഇവിടുത്തെ പേരെന്താ? പിസം തണ്ടൂക്ക് എന്നാണ് ഇവിടുത്തെ പേര്. ഈ തന്തൂക്ക് എന്ന് പറഞ്ഞാല് മറ്റേ കൊമ്പില്ലേ? ഓ, അപ്പൊ കൊമ്പിന് പറയുന്നതാ. കാര്യം ഇത് കൊമ്പോലെ ഇരിക്കുകയാണ്. kerbau. ആ ഇതാണ് തന്ത്. Tanduk kerbau. Ini berasal dari Lampung. ലംപൂങ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, സൗത്ത് സുമത്ര. അവിടെ നിന്നുള്ള പഴമാണിത്. നമ്മുടെ നാട്ടിലെ മെയിൻ ആണെന്ന് പറഞ്ഞു കൊടുക്കങ്ങട്. കേരള ഇനി ബന്യക് കുറെ ഉണ്ട്. മെയിൻ കേരള ini pisang ini banyak. Kita masak chips juga seperti കേരള ചിപ്സ്. dan oil കടുകറ ഇവിടെ ഉണ്ട് കേട്ടോ ചിപ്സ്. ഈ സാധനം ഉണ്ടല്ലോ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ആച്ചേ ചെന്നപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് അങ്ങ് അവിടുത്തെ സൈഡിലുള്ളത്. ബന്ധ്യാച്ച എല്ലാ ദിവസവും റഫ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഉമ്മ ഇത് പുഴുങ്ങും. 4-5 പുഴുങ്ങും. റഫ ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് റഫയുടെ വയറ് ഫുള്ളാവും. ഞാൻ ബാക്കിയും കഴിക്കും, ഒരു 2 കൂടെ കഴിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭാഷ പഠിക്കണമെങ്കിൽ മാത്രമേ ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഈ ഭാഷ എങ്ങനെ പഠിച്ചത് അത് പറ. ഭാഷ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫേനെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ദുബായ് എയർപോർട്ടിൽ ഇന്തോനേഷ്യൻ പാസഞ്ചേഴ്സ് പോകുമല്ലോ. അപ്പോൾ ഉംറയ്ക്കും ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് ഇന്തോനേഷ്യക്കാർ കുറേ പേര് നമ്മൾ ദുബായ് എയർപോർട്ട് വഴി പോകും. അപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യൻ ഭാഷ പഠിച്ച് തുടങ്ങിയതാണ്. അപ്പാ കബർ, സുഖമാണോ, പെർഗി കമാന, എങ്ങോട്ടാ പോകുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പോൾ ചെറിയ വാക്കുകൾ അറിയാമെങ്കിൽ ആ ലാംഗ്വേജ് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ പഠിച്ചു വെക്കും. ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ ഞങ്ങൾ. ഇവിടെ വന്നതിന് ശേഷം അമ്മയെടുത്തും അയ്യാടുത്തും സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികളെടുത്തും പറയാനുള്ള ആൾക്കാരുടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പഠിച്ചത്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഭാഷയാണ് കേട്ടോ ബഹാസ. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കോംപ്ലിക്കേഷൻ ഇല്ല. പിന്നെ കുറെ വാക്കുകൾ സെയിം ആണ്.
Kadal for sea. What do you say in Bahasa which is close to Malayalam? The word which is close to Malayalam. Samudra. സമുദ്രം നമ്മൾ പറയും, ഇത് പറയുന്ന സമുദ്ര. കളർ എന്താ പറയാ? കളർ Warna. വർണ്ണം നമ്മൾ പറയും, അവര് വർണ്ണ എന്ന് പറയും. Apa lagi ya? കപ്പൽ Kapal. കപ്പൽ 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 കപ്പിത്താനും പറയും അവർ, മറ്റേ അതിന്റെ കപ്പിത്താൻ, ക്യാപ്റ്റൻ. പിന്നെ മേശയ്ക്ക് മേശ തന്നെയല്ലേ പറയുന്നത്? മേജ. Iya ya meja. മേശ, നമ്മുടെ മേശയില്ലേ മേശ. ഗുഹയില്ലേ? ഫോർ കേവ്, വാട്ട് യു സേ? Apa? കേവ്. Gua. ഗുഹ, നമ്മൾ ഗുഹ എന്ന് പറയും, ഗുഹ എന്ന് പറയും. ഒരുപാട് വാക്കുകൾ. പിന്നെ സൗഭാഗ്യ, Bahagia. Bahagia. നമ്മള് ഭാഗ്യം എന്ന് പറയില്ലേ, അവര് ഭാഗ്യ എന്ന് പറയും. Shandus. പക്ഷെ അവര് പറയുന്നത് സന്തോഷത്തിന് അവര് ഭാഗ്യം. നമ്മള് ഭാഗ്യം എന്ന് വെച്ചാൽ ലക്ക് എന്നല്ല പറയാം, അവരതിന് പറയുന്ന ഭാഗ്യം എന്ന് വെച്ചാൽ ഹാപ്പി, സന്തോഷം. പക്ഷെ അതിന് ആ ഒരു വാക്കിന് കണക്ഷൻ ഉണ്ടല്ലോ, കുറെ വാക്കുകള് ഏകദേശം സംസ്കൃതമായിട്ട് മിക്സ് ഉണ്ട് എന്ന്. കാരണം ഇവിടെ ഞാനിപ്പം പസ്മാൻ ഭാരത് സൈഡ് പോയ സമയത്ത് അവിടെ അതിന് മുമ്പ് ഭരിച്ചിരുന്ന ഒരു രാജാവ് വന്നിട്ട് സൗത്ത് ഇന്ത്യക്കാരനാണ്. പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് വന്നിട്ട് പുള്ളി അവിടെ ഭരിക്കുമായിരുന്നു. അപ്പം പുള്ളിയൊക്കെ അങ്ങനെ കുറേ നമ്മുടെ കുറേ ഭക്ഷണങ്ങൾ കണ്ടിട്ടില്ല നമ്മുടേതായിട്ട് തോന്നുന്ന രീതിയിൽ. അതൊക്കെ വരാനൊക്കെ കാരണം അങ്ങനെയാണ്. പണ്ട് പോലെ, അതായത് കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ നാടും ഇവിടെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ പസ്മാൻ ഭാരതിൽ പോയ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാക്കിയതിന് ശേഷം എന്നോട് അവിടുത്തെ പപ്പ വന്ന് പറഞ്ഞു മന്തി എന്ന് പറഞ്ഞു. ഞാനന്ന് വിചാരിച്ചു, ഇനിയിപ്പോ അടുത്ത മന്തി ഇത് കഴിച്ചു, ഇനിയിപ്പോ അടുത്ത മന്തി മന്തി ഡിഷ്. പക്ഷെ ആ മന്തി അല്ല ഇവിടെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കുളിക്കാനാണ് അർത്ഥം. മന്തി അങ്ങനെ കുറെ ഉണ്ട്. വേറെ കുറച്ച് നമ്മുടെ നാട്ടിലെ കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകള് നമ്മള് തമാശ. പുത്രി, വനിത. വനിത തന്നെയാണ്. വനിത തന്നെ. പുത്രി എന്ന് വെച്ച് കഴിഞ്ഞാലും വനിതയാണ്. നമ്മുടെ നാട്ടില് പുത്രി എന്ന് വെച്ചാൽ മകള്. ഇവിടെ ഏകദേശം അതാണ്. പിന്നെ പുത്രൻ, അത് ഇവിടെ പുത്ര ആണ്, പുത്രനല്ല പുത്ര. ഒരുപാട് സമയമുണ്ട്. പിന്നെ ഇവിടെ വാഷ്റൂമിൽ എഴുതിക്കില്ലേ വനിത, ലേഡീസ്. അപ്പൊ മലയാളം അറിയാത്ത ഒരാൾ ഇന്തോനേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ വാഷ്റൂമിൽ, പെണ്ണുങ്ങളുടെ വാഷ്റൂമിലൊന്നും കയറാൻ പറ്റത്തില്ല. എനിക്ക് ഭാഷ അറിയാത്തോണ്ട് അറിയാതെ കയറിയതാണെന്ന് പറഞ്ഞു. കാര്യം അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വനിത. പക്ഷെ അങ്ങനെയുള്ള കുറെ വാക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചില സമയം നമ്മൾ സംസാരിച്ച് നമ്മൾ കുറച്ച് പഠിച്ചു വരുമ്പോഴാണല്ലോ അവർ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ വാക്ക് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്നോട് വന്നപാടെ ഉണ്ടല്ലോ അയ പറഞ്ഞത് ഹായ് അയ്യ അപ്പാ കബാർ. ആ കല്യാണത്തിന് പോയിട്ട് കണ്ട. ഇവിടുത്തെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇങ്ങനത്തെയാണ് അല്ലേ? ഓക്കെ. എന്നോട് വന്ന് പറഞ്ഞത് വെറുതെ നിൽക്കാതെ ആ പഴം എടുത്ത് തിന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് വർത്താനം അയ എപ്പോൾ കണ്ടാലും അതാണ് പറയുന്നത്. ഇന്നലെ രാത്രി വന്നപ്പോഴും കഴിക്കാനാണ് പറഞ്ഞത്. കഴിക്കുക, അതിന് ശേഷം നമുക്ക് വർത്താനം പറയാന്നുള്ളത് കേട്ടോ. സോ ദാറ്റ് ഈസ് ദ ട്രഡീഷണൽ ഡ്രസ്. ഓക്കെ. Function. What is the dress name? What it called? Batik. Yes. Okay. Batik. ഞങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഭാഷ ഒരു തടസ്സമാണ്. കാരണം അയക്ക് എൻ്റെ ഭാഷ അറിയത്തില്ല, എനിക്ക് അയൻ്റെ ഭാഷ അറിയത്തില്ല. മെദാൻ അയാളുടെ ശരിക്കും സ്വന്തം നാട് വന്നിട്ട് മെഡാൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതായത് ബന്ദയാച്ചയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മെദാനിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന ഒരിക്കലെന്ന് പറഞ്ഞതാണ്. അപ്പം അയാളുടെ സ്വന്തം നാട് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇപ്പം പാലമ്പാങ്ങിൻ്റെ സ്വന്തം മോനാണ്. ഇത് കല്യാണത്തിന് പോയി വന്നിട്ട് എന്താ കൊണ്ടുവന്നേ? ഇത് മോട്ടർ ആണോ? അയാൾക്ക് മീൻ വളർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അയാൾക്ക് കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ആ ഒരു ടാങ്കിൽ, വലിയൊരു ടാങ്കും ഫുൾ ടൈം മോട്ടർ ഓൺ ആയിരിക്കും, വെള്ളം ചാടിക്കൊണ്ടിരിക്കും. കുറേ ഒത്തിരിയുള്ള ഗോൾഡ് ഫിഷ് ഒക്കെയാണ്. പക്ഷേ ഈയിടയ്ക്ക് എല്ലാ മീനും ചത്തുപോയില്ല, വെള്ളം ലീക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഈ മീനെല്ലാം പിടിച്ചിട്ട് ഒരു ടാർപ്പ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിട്ട് വെള്ളം ഇട്ടിട്ട് വെച്ചു. പക്ഷെ ഇതിനകത്ത് ഓക്സിജൻ ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ വെള്ളം ഓടുന്നൊന്നുമില്ല. അത് കാരണം ഈ മീനെല്ലാം ചത്തുപോയി. അപ്പോൾ അതുകൊണ്ട് അപ്പം അയനിപ്പോ പുതിയ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് മീനെ വാങ്ങിക്കുമായിരിക്കും. പിന്നെ ഉണ്ടല്ലോ അയനെ പറ്റിയിട്ട് വേറെ കാര്യങ്ങൾ പറയണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്തോനേഷ്യയുടെ ഇവിടുത്തെ പ്രൊഫഷണൽ ബോക്സറാണ്. അത് കഴിഞ്ഞിട്ട് അയ ഇപ്പം ആ ഒരു ജോലി എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ പുസ്രി എന്ന് പറഞ്ഞിട്ട് ഒരു
പുപ്പുക് ശ്രീവിജയ ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിരുന്നു, ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ആയിരുന്നു അയാൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം റിട്ടയർഡ് ലൈഫാണ്. ഇപ്പൊ റിട്ടയർഡ് ലൈഫ് ചില്ലായിട്ട് എൻജോയ് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ആയിരിക്കും, സിഗരറ്റൊക്കെ കത്തിച്ച് ടി വി കണ്ട്. അതുണ്ട്, അയാളുടെ ഹോം തിയേറ്റർ ആണ് കേട്ടോ ഈ സാധനം. ഇവിടെ ഇങ്ങനെ അത് പ്രധാനമായിട്ട് ആൾ സ്പോർട്സിൻ്റെ ഭയങ്കര ഒരു പ്രേമിയാണ്. അന്നേരം ഇപ്പോൾ സ്പോർട്സ് ഐറ്റംസ് ഒക്കെയാണ് എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഇവിടെ ഇരുന്ന് അതുണ്ട് സെറ്റ് JBLൻ്റെ സെറ്റൊക്കെ ഉണ്ട്. പാട്ടൊക്കെ കരോക്കെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയുള്ള ആളുകൾക്ക് ഈ പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ കരോക്കെയൊക്കെ ഇട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി സ്വന്തമായിട്ട് എന്താ പറയുക അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായ ഇതുണ്ടാ. ഇത് അദ്ദേഹം ഇടയ്ക്ക് ഇടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇടി കിട്ടുമോ? കിട്ടാതിരിക്കട്ടെ. ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ഭാഷ അറിയാത്തതുകൊണ്ടാണ് എനിക്കധികം സംസാരിക്കാൻ പറ്റാത്തത്. ഇത് ഇവരുടെ വീടിൻ്റെ കിച്ചണാണ് കേട്ടോ. ഇതായി കിച്ചൺ ഈ ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞിട്ട് നേരെ ഒരു നടുത്തളത്തിലോട്ടാണ് ഓപ്പൺ ആകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇവരുടെ കിടക്കുന്ന റൂം കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ബിൽഡിങ്. ഞാൻ ആദ്യമേ വന്ന് കയറിയത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. അങ്ങനെ സെപ്പറേറ്റ് ആണ് ഇവരുടെ ഒരു വീടിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു, നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ ശരിക്കും എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മുടെ പണ്ടൊരു നടുത്തളം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് മഴ കാണണമെങ്കിൽ ഇത് ഈ ഒരു നടുത്തളം പോലത്തെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ വന്ന് മഴ ഇങ്ങനെ പെയ്യും. ഞങ്ങളെ അകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവരുടെ നാടൊന്ന് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പോന്നല്ലേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.